ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കാരണം അവരെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന സമീപനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന പുനഃപരിശോധിക്കുന്നതിനായി നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മോൻസ് ജോസഫ് MLA. മാറാട്ടെ ബലിദാനികളുടെ ഛായാചിത്രത്തിൽ പുതിയ BJP ജില്ലാ പ്രസിഡന്റുമാർ പുഷ്പാർച്ചന നടത്തി. റോഡ് സേഫ്റ്റി അവയർനെസ് മാരത്തോൺ 2025 ഫെബ്രുവരി 1 ശനിയാഴ്ച നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കാരണം അവരെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന സമീപനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ മുഖാമുഖ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ സാമൂഹിക മാധ്യമങ്ങളിലെ നന്മതിന്മകൾ എന്ന വിഷയത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരായി ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളാണ് പലപ്പോഴും നടക്കുന്നതെന്ന് അവർ പറഞ്ഞു. സമൂഹത്തിന്റെ സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടാണ് ഇതിന് കാരണം. ഒരു സഹജീവിയായി സ്ത്രീയെ കാണാനുള്ള മനോഭാവം സമൂഹത്തിൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട്. തുല്യനീതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുൾപ്പെടെ ശക്തിപ്പെട്ടു വരേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഭരണഘടനയ്ക്ക് മുമ്പിൽ തുല്യരാണ്. റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ്. നമുക്കൊക്കെ തുല്യമായിട്ട് അല്ലേ? അപ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇപ്പൊ കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ അംഗീകരിച്ച് ഈ രാജ്യത്തെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചതിന്റെ വാർഷിക ആചരണം നടന്നത്. റിപ്പബ്ലിക് ദിനം അല്ലെ? നമുക്കൊക്കെ കോളേജിൽ ലീവ് കിട്ടുന്ന ഒരു ദിവസമായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്ന് നീണ്ട 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കും. 3/4 നൂറ്റാണ്ടായി കേട്ടോ. 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു ഇന്ത്യയിൽ നിങ്ങളും ഞാനും ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ ആശയങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ PM ഷിനു അധ്യക്ഷത വഹിച്ചു. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അസിൻ ബാനു, മെന്റർ സത്യൻ കാരയാട്, വിമൻ സെൽ കൺവീനർ VK രൂപ, വിമൻ സെൽ അംഗം ഡോക്ടർ B നിത്യജ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വടകര. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന പുനഃപരിശോധിക്കുന്നതിനായി നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മോൻസ് ജോസഫ് MLA. വിലവർധനയിൽ പ്രതിഷേധിച്ച് കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എരഞ്ഞിപ്പാലം പൈപ്പ് ലൈൻ റോഡിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുമായി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ 10ഓളം സംഘടനകൾ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ അണിനിരന്ന ധർണ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധനയിൽ സർക്കാർ ഇടപെടുന്നതിനായി നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA പറഞ്ഞു. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ 7-ാം തീയതി ബഡ്ജറ്റ് വരികയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. നിയമസഭാ സമ്മേളന സമയത്ത് നമ്മുടെ ക്വാറി ഉൾപ്പെടെയുള്ള ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുകൂടി അന്യായമായി വർധനവ് പിൻവലിക്കുന്നതിന് വേണ്ടി
ഇടപെടണം എന്ന ആവശ്യം തീർച്ചയായിട്ടും ഉന്നയിക്കുന്നതാണ്. സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കാൻ പോലും സർക്കാർ തയ്യാറാകാത്തതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഉന്നയിക്കുകയാണ്. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന ഏറ്റവും അധികം ബാധിക്കുക സാധാരണ ജനങ്ങളെയാണ്. ന്യായമായ വിലവർധന വരുത്താൻ ജില്ലാ ഭരണകൂടം ക്വാറി ഉടമകളെ വിളിച്ചുവരുത്തി നടപടി സ്വീകരിക്കാൻ മുൻകൈയെടുക്കണമെന്നും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മോൻസ് ജോസഫ് അഭ്യർത്ഥിച്ചു. സംഘാടക സമിതി ചെയർമാൻ സുബൈർ കൊളക്കാടൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ പ്രതിനിധികളായ കെ വി സന്തോഷ് കുമാർ, കെ സതീശൻ, ജിബിൻ ചാക്കോ, ഹാരിസ് ലയൻസ് ഹെഡ്, വി ഗോപിനാഥ്, സിറാജുദ്ദീൻ ഇല്ലത്തൊടി, മുഹമ്മദ് അലി, പി സിക്കന്ദർ, കെ സലീം തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട്ടെ ബലിദാനികളുടെ ഛായാചിത്രങ്ങളിൽ പുതിയ BJP ജില്ലാ പ്രസിഡന്റുമാർ പുഷ്പാർച്ചന നടത്തി. സിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു, നോർത്ത് പ്രസിഡന്റ് CP പ്രഫുൽ കൃഷ്ണൻ, റൂറൽ പ്രസിഡന്റ് ടി ദേവദാസ് എന്നിവർ മാറാട്ട് എത്തി. മാറാട്ടെ ബലിദാനികളുടെ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി ചുമതലയേറ്റ പുതിയ BJP ജില്ലാ പ്രസിഡന്റുമാർ കർമ്മരംഗത്തിറങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവും നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണനും റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി ദേവദാസും മാറാട് കടൽത്തീരത്തെത്തി. അരയ സമാജം പ്രവർത്തകർ ജയ്വിളികളോടെ പുതിയ നേതൃത്വത്തെ വരവേറ്റു. തുടർന്ന് അരയ സമാജം ഓഫീസിൽ ബലിദാനികളുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങ് ദേശീയ കൗൺസിൽ അംഗം KP ശ്രീശൻ ഉദ്ഘാടനം ചെയ്തു. TP ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് VK സജീവൻ, A കരുണാകരൻ, A മനോജ്, MP രാജൻ, ഷൈമ പൊന്നത്ത്, ഷിനു പിണ്ണാണത്ത്, അഡ്വക്കേറ്റ് രമ്യ മുരളി, TV ഉണ്ണികൃഷ്ണൻ, A മനോഹരൻ, PA ശ്യാമപ്രസാദ്, രാജേഷ് പൊന്നാട്ടിൽ, K രജനേഷ്, M രാജീവ് കുമാർ, ഷിംജീഷ് പാറപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. റോഡ് സേഫ്റ്റി അവയർനെസ് മാരത്തോൺ 2025 ഫെബ്രുവരി 1 ശനിയാഴ്ച നടക്കും. മാരത്തോൺ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ബീച്ചിൽ സമാപിക്കും. അപകടരഹിത റോഡുകൾ എന്ന ലക്ഷ്യവുമായാണ് മാരത്തോൺ നടത്തുന്നത്. മെഗാ മാരത്തോണിൽ കൂട്ടയോട്ടം ഉണ്ടാവും, ബൈക്കിൽ മോട്ടോർ സൈക്കിൾ റാലി ഉണ്ടാവും, റോളർ സ്കേറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈക്കിൾ റാലി ഉണ്ടാവും. കൂടാതെ നല്ലൊരു പൊതുജനങ്ങൾക്ക് അബോധം വരത്തക്ക രീതിയിലുള്ള ടാബ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട്. സഞ്ചരിക്കുന്ന ടാബ്ലോ അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉണ്ടാവും. കൂടാതെ ഈ മാരത്തോണിൽ പങ്കെടുക്കാനായിട്ട് സുപ്രസിദ്ധ സിനിമാ താരങ്ങളായ ആസിഫ് അലി, ജിത്തു ജോസഫ്, അക്കീം ഷാ, സുരഭി, അപർണ ബാലമുരളി എന്നീ സിനിമാ താരങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുന്നവരെല്ലാം ബി എ റോഡ് സേഫ്റ്റി ഹീറോ. ഓരോ പൗരനും റോഡ് സേഫ്റ്റിയിൽ ഹീറോ ആയി മാറണം, എന്നാൽ റോഡ് അപകടങ്ങൾ കുറയുമെന്നുള്ള നല്ലൊരു മെസ്സേജുമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഇറങ്ങിത്തിരിക്കുന്നത്. റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് അപകടരഹിത റോഡുകൾ എന്ന ലക്ഷ്യവുമായി മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് വകുപ്പ്, റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി, സന്നദ്ധ സംഘടനകൾ, പൗരപ്രമുഖർ എന്നിവരുടെ സഹകരണത്തോടെയാണ് റോഡ് സേഫ്റ്റി അവയർനെസ് മാരത്തോൺ 2025 സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 1 രാവിലെ 6:30 മണിക്ക് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ മാരത്തോൺ സമാപിക്കും. ഉത്തരമേഖല IG രാജ്പാൽ മീണ IPS, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവർ ചേർന്ന് മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. സമാപന ചടങ്ങ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ CVM ഷെരീഫ്, RTO നസീർ PA, RTO എൻഫോഴ്സ്മെന്റ് CS സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chemanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചേവരമ്പലം സെന്റ് മേരീസ് സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ 2 ദിവസങ്ങളിലായി നടന്നു. മരിയൻ ഫിയസ്റ്റ എന്ന പരിപാടിയിൽ ചലച്ചിത്ര താരങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. ചേവരമ്പലം സെന്റ് മേരീസ് സ്കൂളിലെ ആനുവൽ ഡേ മരിയൻ ഫിയസ്റ്റ ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷം ഏറെ ശ്രദ്ധേയമായി. 23-ന് ചലച്ചിത്ര താരം കൈലാഷും 2-ാം ദിവസം പിന്നണി ഗായിക അപർണ രാജീവും മുഖ്യാതിഥികളായി പങ്കെടുത്തു. സിസ്റ്റർ അനിത, സിസ്റ്റർ ബെസി എന്നിവർ 2 ദിവസങ്ങളിലായി അധ്യക്ഷരായി. റവറൻ ഫാദർ ജേക്കബ് മുരിക്കുന്നേൽ CMI, കൗൺസിലർ പ്രസന്ന, PTA പ്രസിഡന്റ് ബിനു കുരുവിള, റവറൻ ഡോക്ടർ കുര്യൻ പരമടം, ഡോക്ടർ അജിത PN, PTA വൈസ് പ്രസിഡന്റ് അൻവർ സാദിഖ്, സ്കൂൾ ഹെഡ് ഗേൾ ആർഷ്യ കൗശിക് രാജ്, ഹെഡ് ബോയ് അലൻ AK എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സേവാഭാരതി പാലിയേറ്റീവ് ഹോം കെയർ ആരംഭിച്ചു. ചാത്തമംഗലത്ത് നടന്ന ചടങ്ങിൽ ഹോം കെയർ വാഹനം പ്രൊഫസർ വർഗീസ് മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ഹോം കെയർ ചാത്തമംഗലത്ത് പ്രവർത്തനം തുടങ്ങി. കട്ടാങ്ങൽ പഞ്ചായത്ത് ഹാളിൽ ഡോക്ടർ സച്ചിൻ M. സുനന്ദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. K. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ അബ്ദുൾ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അഞ്ജലി ധനഞ്ജയൻ സേവാ സന്ദേശം നൽകി. പാലിയേറ്റീവ് കെയർ വാഹനം മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ഫിസിക്സ് വകുപ്പ് മേധാവിയും NIT ഇന്ത്യൻ നോളജ് സിസ്റ്റം റിസർച്ച് സ്കോളറുമായ പ്രൊഫസർ വർഗീസ് മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യുത് ലത, പ്രസാദ് മാവൂർ, M. മുനീർ, VT അച്യുതൻ, KP ശ്രീകല എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. രാമനാട്ടുകര ഇർഷാദിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഫെബ്രുവരി 1-ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇർഷാദിയ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ഫെബ്രുവരി 1 ശനിയാഴ്ച രാമനാട്ടുകരയിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. ഇർഷാദിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കോളേജ് വിദ്യാർത്ഥികൾ പുറത്തിറക്കുന്ന മാഗസിൻ മീഡിയ 1 എഡിറ്റർ പ്രമോദ് രാമൻ പ്രകാശനം ചെയ്യും. തുടർന്ന് പ്രശസ്ത ഗസൽ ഗായകൻ റാസയുടെ ഗസൽ വിരുന്നും വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന സിൻവാറിന്റെ വടി എന്ന ദൃശ്യ ശ്രവ്യാവിഷ്കാരവും ഉണ്ടാകും. ഏകദേശം 4 പതിറ്റാണ്ടിലധികമായി 40ഓളം ബാച്ചുകളിൽ നിന്ന് 4000-ലധികം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരിന്ന് പത്രപ്രവർത്തനം, പൊളിറ്റിക്സ്, ബിസിനസ്, അധ്യാപനം, സംഘാടനം തുടങ്ങിയ വിവിധ മേഖലകളിൽ വളരെ സുദൃഢമായ രൂപത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരു ഒരുമിച്ച് കൂടൽ എന്നതാണ് ഈ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ P. അബ്ദുൾ റഹീം, ജനറൽ കൺവീനർ നവാസ് പൈങ്ങോട്ടായി, പ്രോഗ്രാം കൺവീനർ PK നൌഷാദ്, PC ഷമീർ, ലത്തീഫ് കാക്കൂർ, ജാഫർ മുഹമ്മദ്, സാദിഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനും സൈബർ ക്രൈം കൂടി വരുന്നതിനുമെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് SSF. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായ പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് ഫെബ്രുവരി 1-ന് ശനിയാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡ്രഗ്സ്, സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്നുള്ള ശീർഷകത്തിലാണ് SSF ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 9:30-ന് പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായിട്ട് ഡ്രഗ്സും ലഹരിയുടെ ഉപയോഗമൊക്കെ മാറിയിരിക്കുകയാണ്. SSF ഒരു സംഘടന മാത്രമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമോ വിചാരിച്ചുകൊണ്ട് നമുക്കത് തടയാൻ സാധിക്കുന്നതല്ല. മറിച്ച് സമൂഹത്തിലെല്ലാവരും ഒരുമിച്ച് നിന്ന് കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്തരം മഹാവിപത്തുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും. ഡ്രഗ്സ്, സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് ഫെബ്രുവരി 1-ന് ശനിയാഴ്ച നടക്കും. മത, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കും. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ലഘുലേഖ വിതരണം, സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും.
ശനിയാഴ്ച നടക്കുന്ന കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ കോഴിക്കോട് സൗത്ത് ജില്ലയിലെ വിദ്യാർത്ഥികൾ അണിനിരക്കും. വാർത്താ സമ്മേളനത്തിൽ SSF കോഴിക്കോട് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ഷാദിൽ നൂറാനി ചെറുവാടി, സെക്രട്ടറി മുഹമ്മദ് അൽഫാസ് ഒളവണ്ണ, ജില്ലാ സെക്രട്ടറി യാസീൻ ഫവാസ് പൂനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ പെൻഷൻ ലഭിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 1-ന് തുടക്കമാകും. ആദ്യ പരിപാടി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവിധ ജില്ലകളിൽ വിവിധ പരിപാടികളോടെയാണ് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് രാവിലെ 10 മണിക്ക്. ആ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ അതിലൊരു സിമ്പോസിയം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിമ്പോസിയത്തിൻ്റെ വിഷയം ജുഡീഷ്യറിയും ജനാധിപത്യവും മാധ്യമ രംഗവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ 3 മാസത്തെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 1-ന് നളന്ദ ഹാളിൽ ആദ്യ സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രി PM മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സിമ്പോസിയം മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K. ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. KNEF, പ്രസ് ക്ലബ്ബ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം, സീനിയർ നോൺ ജേർണലിസ്റ്റ് പെൻഷൻ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും പങ്കെടുക്കും. കോഴിക്കോട് സമ്മേളനത്തെ തുടർന്ന് എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലും പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് NJPU കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷറഫ്, N. തിലകരാജൻ, P. സുധാകരൻ, അന്നങ്ങാട്ട് കാർത്തികേയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മണ്ണൂർ കമാലിയ AMLP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ ശതം കമാലിയം ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 വരെ നടക്കും. സാംസ്കാരിക സമ്മേളനം ഫെബ്രുവരി 2-ന് മന്ത്രി P. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഒരുപാട് ആളുകൾ അവിടെ പഠിച്ച് ഉന്നത സ്ഥാനത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാലയം 100ന്റെ മികവിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഓരോ വർഷവും കൂടിക്കൂടി വരുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക്, വളരെ പഴക്കം ചെന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക് തന്നെയാണ് ഇതിന്റെ 100ാം വാർഷികം ഏറ്റെടുത്ത് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ശതം കമാലിയം ആഘോഷ പരിപാടികളുടെ ഭാഗമായ പൊതുസമ്മേളനം ജനുവരി 31-ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്യും. മുൻ MLA അഡ്വക്കേറ്റ് KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തും. എഴുത്തുകാരൻ MM സജീന്ദ്രൻ, സാംസ്കാരിക പ്രഭാഷകൻ VK സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. അനുഷ തുടങ്ങിയവർ സംബന്ധിക്കും. വിവിധ സെഷനുകളിലായി പ്രമുഖർ സംസാരിക്കും. വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മ, കൗൺസിലിംഗ് ക്ലാസുകൾ, വൈവിധ്യമാർന്ന കലാപരിപാടികൾ, പൊതുജന പങ്കാളിത്തത്തോടെയുള്ള സാംസ്കാരിക ഘോഷയാത്ര, നാടകാവതരണം എന്നീ പരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ CC ബാവ, MC മുബീന, K. ഹസൻകുട്ടി, നഹ, C. ഹുസൈൻകുട്ടി, M. ലേഖതൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം സമാപിച്ചു. ബ്രഹ്മശ്രീ ചിറ്റാരി പാലക്കൊള്ള് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. രണ്ട് ദിവസങ്ങളിൽ പ്രദേശത്തിന്റെ ഉത്സവമായി കൊണ്ടാടിയ തറയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രോത്സവ ചടങ്ങുകൾ സമാപിച്ചു. ജനുവരി 21-ന് കൊടിയേറ്റത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
ഉത്സവത്തിന്റെ ഭാഗമായ കലവറ നിറയ്ക്കൽ ജനുവരി 26-ന് നടന്നു. പ്രധാന ചടങ്ങുകൾക്ക് ജനുവരി 27-ന് തുടക്കമായി. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പൂജാദി കർമ്മങ്ങൾ ആരംഭിച്ചു. വിശേഷാൽ ചടങ്ങുകളായ കലങ്കരി, സർവൈശ്വരി പൂജ, ദീപാരാധന, ഭഗവതി സേവ, സന്ധ്യാവേല എന്നിവ ആദ്യ ദിവസവും വിവിധ മൂർത്തി വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും രണ്ടാം ദിവസവും നടന്നു. ഭക്തർക്കായി വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ഭഗവതി തിറയോടെ നടന്ന താലപ്പൊലിക്ക് ശേഷം ഗുളികൻ തിറയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൊയിലാണ്ടി സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എളേറ്റിൽ MJHSSനെ 4-1 പരാജയപ്പെടുത്തി 9 സ്ട്രൈക്കേഴ്സ് സ്പോർട്സ് അക്കാദമിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഡയമണ്ട് ഫീൽഡേഴ്സിനെ 6-3 പരാജയപ്പെടുത്തി വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളും ജേതാക്കളായി. ഇരു വിഭാഗങ്ങളിലും മടവൂർ സ്പോർട്സ് അക്കാദമിയും പെരുമണ്ണ EMSGHSSും 3-ാം സ്ഥാനം കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ ലോക കേരള സഭാംഗം PK കബീർ സലാല ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി അനീസ് മടവൂർ അധ്യക്ഷനായിരുന്നു. PM എഡ്വേർഡ്, K അബ്ദുൾ മുജീബ്, TU ആദർശ്, ഫാരിസ് എളേറ്റിൽ, ബെന്നി K, അക്ഷയ്, വിപിൽ V ഗോപാൽ, ആകാശ് എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കാരണം അവരെ വെറും ഉപഭോഗ വസ്തുവായി കാണുന്ന സമീപനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന പുനഃപരിശോധിക്കുന്നതിനായി നിയമസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മോൻസ് ജോസഫ് MLA. മാറാട്ടെ ബലിദാനികളുടെ ഛായാചിത്രത്തിൽ പുതിയ BJP ജില്ലാ പ്രസിഡന്റുമാർ പുഷ്പാർച്ചന നടത്തി. റോഡ് സേഫ്റ്റി അവയർനെസ് മാരത്തോൺ 2025 ഫെബ്രുവരി 1-ന് ശനിയാഴ്ച നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.